അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഓൾറെഡി മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. റീസ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒറ്റ കാരണം എന്ന് പറയുന്നത് ഈ ഒരു മുതലാണ്. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരു ഇതെല്ലാവരും ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ വ്യക്തിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ ഓൾറെഡി 8-9 മാസമായി ഈ ഒരു വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നതാണ് ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ പറയാനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വണ്ടി പുറത്തെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മളെ വണ്ടി എപ്പോൾ പുറത്തെടുത്തു കഴിഞ്ഞാലും ഒരാൾ വന്നിട്ട് എപ്പോഴും പുറത്തു വന്ന് നോക്കും. അയാളെ നമുക്ക് കൂട്ടിയിട്ട് ആ എന്നാ വണ്ടി ഏതാ? വാ വണ്ടീൻ്റെ അടുത്ത് പോകാം. വാ അങ്ങ് ഏത് വൈകാണ്ടേ ഇതാണ്ട്. അപ്പോൾ സെന്നിനെ കുറിച്ച് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു എല്ലാവർക്കും അറിയാം, സെന്ന് 93 തൊട്ട് 2003 വരെയാണ് ഈ ഒരു മോഡൽ സെൻ ഇറക്കിയത്. അതിനുശേഷമാണ് ടൈപ്പ് 2 സെൻ എസ്റ്റിലോ എന്ന് പറഞ്ഞിട്ട് വേരിയൻ്റ് ഇറക്കിയത്. അതിന് മുന്നേ 99-ൽ സെൻ ക്ലാസിക് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. സെൻ ക്ലാസിക് വരുന്നത് ഒരു വിൻറ്റേജ് സ്റ്റൈലായിട്ട് വരുന്നൊരു സെന്നിൻ്റെ ഒരു ലിമിറ്റഡ് എഡിഷനാണ്. അതേപോലെ തന്നെ സെന്നിന് ഡീസൽ, സെൻ ഓട്ടോമാറ്റിക് എല്ലാ കാര്യങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ സെൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഹാച്ച് ബാക്ക്, ബെസ്റ്റ് ഹാച്ച് ബാക്ക് ആയിരുന്നു അന്നത്തെ കാലത്തും. ഇപ്പം നോക്കിയാലും എത്ര പേരുടെ ഡ്രീമാണ് ഈ സെൻ എന്ന് പറയുന്നത് എടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു നോർമൽ സെന്നല്ല, ഇതെന്ന് പറയുന്നത് സെൻ കാർബണാണ്. സെൻ കാർബണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 300 കാർബൺസും 300 സ്റ്റീൽ എന്ന് പറഞ്ഞ ലിമിറ്റഡ് എഡിഷനാണ് സെൻ കാർബൺ ആൻഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ സെൻ എന്ന് പറയുന്ന കാറ് ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ഡ്രീമായിരിക്കും സെൻ കാർബൺ അല്ലെ സ്റ്റീൽ എടുക്കുക എന്നുള്ളത്. കാരണം സെൻ കാർബൺ അല്ലെ സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു സെൻ്റെ ലിമിറ്റഡ് എഡിഷൻ വരുന്നൊരു മോഡലാണ്. സെന്ന് പണ്ട് പോളണ്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡോർ ആയിട്ടാണ് എക്സ്പോർട്ട് ചെയ്തത്. സെൻ കാർബൺ ആൻഡ് സ്റ്റീൽ. സെൻ കാർബൺ എന്ന് പറഞ്ഞാൽ ബ്ലാക്കും, സ്റ്റീൽ എന്ന് പറയുന്നത് സിൽവർ വേരിയൻറ്റിലും വരുന്നൊരു മോഡലായിരുന്നു. അത് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് വന്നു. അപ്പോൾ അതിനുശേഷം എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാതായപ്പോൾ 300 പീസ് കാർബൺ ആൻഡ് സ്റ്റീൽ, 300 പീസ് സ്റ്റീൽ ഇന്ത്യയിൽ തന്നെ ഒരു ലിമിറ്റഡ് എഡിഷനായിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 ഡോറാണ്. അലോയ് വീൽസ് സ്റ്റോക്കായിട്ട് വരുന്നുണ്ട്. ഇതല്ല, 13 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് സ്റ്റോക്ക് വരുന്നുണ്ട്. പിന്നെ ഇതാ കാർബണിൻ്റെ ഒരു ലോഗോ ഉണ്ട് ഇവിടെ, സൈഡിലും ലോഗോ ഉണ്ടായിരുന്നു, അത് എടുത്ത് കളഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻജിൻ റൂം വരുന്നത്. നോർമലി ഇതൊരു സ്റ്റോക്ക് എൻജിനാണ്, വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. സ്റ്റോക്ക് എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുത്തിയ ചേഞ്ചസ് എന്ന് പറയുന്നത്. എനിക്ക് വണ്ടി കിട്ടുമ്പോൾ ഈ 2 ഏപ്രോണും വണ്ടി പൊട്ടി നിലത്ത് വീഴുന്നുള്ള അവസ്ഥയിലായിരുന്നു എനിക്ക് വണ്ടി കിട്ടിയത്. അത് ഫുൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. തുരുമ്പ് കാര്യങ്ങളൊക്കെ ഫുൾ വണ്ടീൻ്റെ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. പിന്നെ മെക്കാനിക്കൽ സൈഡായാലും ഇലക്ട്രിക്കൽ സൈഡായാലും ഫുൾ വണ്ടി റീസ്റ്റോറേഷൻ കഴിഞ്ഞതാണ്. ബട്ട് വണ്ടി എൻജിൻ റൂം പെയിൻറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, എനിക്ക് വണ്ടി കിട്ടി ഓൾമോസ്റ്റ് ഒരു മാസത്തിനുള്ളിൽ വണ്ടീൻ്റെ റീടെസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് വണ്ടി ബാക്കി പെയിൻറ്റും കാര്യങ്ങളൊന്നും പുതിയതോ കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. ഇത് റേഡിയേറ്റർ മാറ്റിയിട്ടുണ്ട്, വൈപ്പർ മോട്ടർ മാറ്റിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് സെന്നിന് വരുന്നൊരു കംപ്ലയിൻറ്റ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ലീക്ക്, അത് ഇതിനുണ്ട്. അത് മാറിയിട്ടില്ല. അത് ഇപ്പം ഡിസ്ട്രിബ്യൂട്ടർ ഇപ്പോൾ പുതിയ കിട്ടാനുണ്ട്. അത് പുതിയ കിട്ടിക്കഴിഞ്ഞാലും അത് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് മാറ്റാണ്ടിരിക്കുന്നത്. പിന്നെ പുറത്ത് വരുത്തിയ ചേഞ്ചസ് എന്ന് പറയുന്നത് മേജറായിട്ടുള്ളത് അലോയ് വീൽസാണ്. 15 ഇഞ്ചിൻ്റെ GTR Pro മോഡലിൽ വരുന്ന 7.5J വരുന്ന വീൽസാണ്. അതിൽ 185, 45, 15 ടയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ലിങ് ലോങ്ങിൻ്റെ.
ഈ അലോയ് വീൽസ് എന്താ പറയുക, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അലോയ് വീലാണ്. ഈ അലോയ് വീൽ ഞാൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഈ വീൽ ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. ബട്ട് അൺഎക്സ്പെക്റ്റഡ്ലി എനിക്ക് വണ്ടി കിട്ടുമ്പോൾ തന്നെ കിട്ടിയൊരു വീൽസാണിത്. പിന്നെ സൈഡ് വൈസ് നോക്കുമ്പോൾ സൈഡ് സ്കേർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. മെറ്റൽ സ്കേർട്ടാണ്, ഫൈബർ അല്ല. പിന്നെ സ്പ്ലിറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് സൈഡ് വരുമ്പോൾ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിൽ മേജറായിട്ട് മാറ്റിയത് ടെയിൽ ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. ടെയിൽ ലൈറ്റ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തതാണ്, കസ്റ്റമായിട്ട് ചെയ്ത ടെയിൽ ലൈറ്റാണ്. ഇപ്പോൾ പാർക്ക് മോഡലുള്ളത്, പാർക്ക് മോഡലുള്ള പാറ്റേൺ ആണിത്. പിന്നെ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു ഫോർജ്ഡ് കാർബൺ ഫൈബർ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഉള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സ്, പോളോൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കയറ്റിയതാണ്. അപ്പോൾ നോർമലി സെന്നിന് വരുന്നത് ചെറിയൊരു ഇൻഡിക്കേറ്റേഴ്സാണ്, ഇത് നമ്മൾ കട്ട് ചെയ്ത് എക്സ്റ്റേണലായിട്ട് കയറ്റിയതാണ്. അതേപോലെ സൈഡ് സ്കേർട്ട് പോലെ തന്നെ ഒരു മെറ്റൽ സ്കേർട്ട് ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ഒന്നും ഫൈബർ പീസല്ല, ഫുള്ളി മെറ്റൽ പീസാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ആഡ് ചെയ്തിട്ടുണ്ട്, RPM മീറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി AC വെൻറ്റും കാര്യങ്ങളൊക്കെ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തതാണ്. തുറക്കാം. അപ്പോൾ ഇതൊക്കെ റാപ്പല്ല, ഇതൊക്കെ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തതാണ്. പിന്നെ കാർബൺ എന്ന് പറഞ്ഞ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളിലും കാർബൺ ഫൈബർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കസ്റ്റമൈസ് ചെയ്ത് പെയിൻറ്റ് ചെയ്തതാണ്. ഗ്രേ കളറായിരുന്നു വരുന്നത്, സെന്നിൻ്റെ സെയിം ടൈപ്പ് തന്നെ വരുന്നത്. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഗിയർ നോബ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ്, കസ്റ്റമായിട്ടുള്ള സീറ്റ് ബെൽറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബാക്ക് സൈഡ് കാണിച്ചു തരാം. ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ ബാക്കിൽ 2 സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ബ്ലൂ പങ്കിൻ്റെ കൊയാക്സിയൽ സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലും അതേപോലെ തന്നെ ബ്ലൂ പങ്കിൻ്റെ കൊയാക്സിയൽ സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന് മെയിൻലി ചേഞ്ചസ് ആയിട്ട് എക്സ്ട്രാ ആഡ് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ 15 ഇഞ്ച് ടയേഴ്സ് ഇടുമ്പോൾ, പ്രത്യേകിച്ച് 7.5G 8G ഒക്കെ ഇടുമ്പോൾ ടയർ അത്യാവശ്യം ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ തട്ടാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം ബാക്കിൽ 2 ആൾ കയറ്റിയത് തന്നെ ഇത് തട്ടും. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇത് ജസ്റ്റ് നമുക്ക് റോൾ ചെയ്യാൻ പറ്റും. കുറച്ച് എന്താ പറയണ്ടേ, 2-3 ആൾക്കാരെ ഇരുത്തി കഴിഞ്ഞാൽ തന്നെ ഇത് താഴും. അപ്പോൾ നമുക്ക് നമ്മുടെ ബൈക്കിൻ്റെ ഫോർക്ക് ട്യൂബ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ വെയിറ്റുള്ളൊരു സാധനം ഇവിടെ വെച്ചിട്ട് വണ്ടി ജസ്റ്റ് ബാക്കോട്ട് മുന്നോട്ട് ആക്കുക. അപ്പോൾ തന്നെ ഇത് നമുക്ക് പുറത്തേക്ക് അത്യാവശ്യം റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലത്തെ ഒരു ലിമിറ്റഡ് എഡിഷൻ ഹാച്ച് ബാക്ക് ഇപ്പോഴും കുറേ പേരുടെ ഡ്രീമാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻലി സർവീസും കാര്യങ്ങളൊന്നും നോക്കാനൊന്നുമില്ല, കാരണം സെന്ന് പോലെ തന്നെ ചീപ്പാണ്, വളരെ ചീപ്പാണ്. ഇതിൻ്റെ സർവീസും കാര്യങ്ങളും പാർട്സൊക്കെ കിട്ടാനാണെങ്കിൽ വളരെ ചീപ്പാണ്. പിന്നെ നോക്കേണ്ടത് ഈ ഒരു ഡോറ് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. അതേപോലെ തന്നെ ഈ സൈഡ് വിൻഡോ, ഈ സൈഡ് ഡോറ് കുറച്ച് വലുതാണ് വരുന്നത്. പിന്നെ ഇതിലേക്ക് കയറേണ്ടിക്കൽ ഈ 2 സൈഡും നമുക്ക് ഉള്ളിലേക്ക് കയറാം. പിന്നെ കുറേ പേരുടെ ഒരു സംശയമാണ്, കാർബൺ കാണാത്തതായിട്ട് കുറേ പേരുടെ സംശയമാണ് ബാക്ക് വിൻഡോസ് തുറക്കാൻ പറ്റുമെന്ന്. ബാക്ക് വിൻഡോസ് തുറക്കാൻ പറ്റും. ഇവിടെ ഇതേപോലത്തെ ഒരു ക്ലിപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് തുറക്കാൻ പറ്റില്ല, ഇതുപോലെ ഒരു തുറക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് എങ്ങനെയാണ് ബാക്ക് സൈഡിലേക്ക് കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം വലിയ ഡോറാണ് ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത്. സീറ്റിൻ്റെ ബാക്കിലൊരു ഇതുപോലൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ചവിട്ടി കഴിഞ്ഞാൽ സീറ്റ് നേരെ ഫ്രണ്ടിലേക്ക് വരും. സ്പേസും കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ ഡോർ പാഡിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ അടുത്ത് സെന്നിൻ്റെ കാർബണിൻ്റെ അല്ല സ്റ്റീലിൻ്റെ ഫൈബർ ഡോർ പാഡ് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വേണ്ടിക്കൽ DM ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ കൊടുത്തേക്കാം, അതിലേക്ക് DM ചെയ്താൽ മതി. യൂസ് ചെയ്യാത്തതാണ്, ഫ്രഷ് പീസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് അടുത്തായിട്ട് എക്സോസ്റ്റ് നോട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇതിൽ കസ്റ്റം വാൾവെട്രോണിക്സ് എക്സോസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്.
അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ട് നമ്മളെ വണ്ടിയിൽ വരുത്തിയ ചേഞ്ചസ്. ഇനിയിപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് വരാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യണം. പ്രത്യേകിച്ച് ഈ റീപെയിൻറ്റ് ചെയ്ത ബ്ലാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് പണിയാണ്. അപ്പോൾ കളറ് ചേഞ്ച് ചെയ്യണം, ലോവർ ചെയ്യണം. ബാക്കി എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ, വീഡിയോ കണ്ടവർ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓ എടിയുണ്ട്. അപ്പോൾ ബൈ.